ഞാൻ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു. ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ എക്കണോമിക്സ് ആണ് ചെയ്തത്. ഞാനിപ്പോൾ ഇനി ഒരു MBA ചെയ്യണം. അത് ഡിസ്റ്റൻ്റ് ആയിട്ടോ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ പോയാണെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്വന്തം താല്പര്യപ്രകാരമാണോ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്, അതോ പിതാവിൻ്റെയൊക്കെ സമ്മർദ്ദത്തിലാണോ? സമ്മർദ്ദം ഇല്ലായിരുന്നു. എനിക്കൊരു അവസരം തന്നപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു നിൻ്റെ ചോയ്സ് ആണെന്ന് പറഞ്ഞു. എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് എടുക്കണമെന്ന് തോന്നി. അങ്ങനെ എത്തിച്ചേർന്നാണ്. പാലാ നഗരസഭയിൽ കളം പിടിക്കാൻ ഒരുങ്ങുന്ന 3 സ്വതന്ത്രർ എന്നോടൊപ്പമുണ്ട്. ഏവർക്കും സുപരിചിതനായ ബിനു പുളിക്കക്കണ്ടം, അദ്ദേഹത്തിൻ്റെ മകൾ ദിയ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബിജു. അവർ 3 പേരും അടുത്തടുത്ത വാർഡുകളിലാണ് മത്സരിക്കുന്നത്. അവരോട് അതിൻ്റെ വിശേഷം ചോദിക്കാം. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? ഞാൻ 14-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ CPM കൗൺസിലറായിട്ട് ജയിച്ചു വന്ന ആൾ ഇത്തവണ സ്വതന്ത്രനായി നിൽക്കുന്നതിലെ രാഷ്ട്രീയം. ഞാൻ CPM-ൻ്റെ ചിഹ്നത്തിൽ ജയിച്ച ഏക കൗൺസിലറായിരുന്നു. അത് കഴിഞ്ഞ് ഘടകകക്ഷി നേതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ എനിക്കെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു. എങ്കിലും ഞാനൊരു സഹയാത്രികനായി തുടരുകയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം പാർട്ടി എല്ലാ ഘടകങ്ങളും, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി തുടങ്ങിയ എല്ലാ ഘടകങ്ങളും എനിക്കെതിരെ നടപടികളെല്ലാം അവസാനിപ്പിച്ച് എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചപ്പോഴും ആ ഘടകകക്ഷി നേതാവ് ഒരു കാരണവശാലും എന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകില്ല എന്നറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വന്നത്. ജോസ് കെ മാണിക്കെതിരാണ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വം. ജോസ് കെ മാണിക്കെതിരെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്കെതിരെ അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് എതിരെ ഞങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, അതൊരു വശം. പക്ഷേ ഞങ്ങൾ 2010 ഞാൻ ഇതുപോലെ ഒരു സ്വതന്ത്ര കൂട്ടായ്മയായി മത്സരിക്കുകയും ഞങ്ങൾ 3 പേരും ഇതേ വാർഡുകളിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സ്ഥാനാർത്ഥികൾ മാറ്റം ഉണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചതാണ്. അന്ന് 3 വാർഡുകളിലും ഞങ്ങൾ ഒരുമിച്ച് നിന്നതിൻ്റെ ഫലം ഈ പ്രദേശത്ത് ഉണ്ടായി. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അങ്കമാടി, 3 നില അങ്കമാടി എൻ്റെ വാർഡിൽ കൊണ്ടുവരാൻ സാധിച്ചു. 2-3 കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചു. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കെട്ടുപാടുകളും വേലിക്കെട്ടുകളും ഒന്നും ഇല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിച്ചാൽ വികസനം കൊണ്ടുവരാമെന്നുള്ള ചിന്തയും ഞങ്ങളുടെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ഇതിൽ വിജയാശംസകൾ. ചേട്ടാ, ദിയ എന്ത് ചെയ്യുന്ന ആളാണ്? വിദ്യാർത്ഥിയാണെന്ന് അറിയാം. ഞാൻ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു. ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ എക്കണോമിക്സ് ആണ് ചെയ്തത്. ഞാനിപ്പോൾ ഇനി ഒരു MBA ചെയ്യണം. അത് ഡിസ്റ്റൻ്റ് ആയിട്ടോ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ പോയാണെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്വന്തം താല്പര്യപ്രകാരമാണോ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്, അതോ പിതാവിൻ്റെയൊക്കെ സമ്മർദ്ദത്തിലാണോ? സമ്മർദ്ദം ഇല്ലായിരുന്നു. എനിക്കൊരു അവസരം തന്നപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു നിൻ്റെ ചോയ്സ് ആണെന്ന് പറഞ്ഞു. എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് എടുക്കണമെന്ന് തോന്നി. അങ്ങനെ എത്തിച്ചേർന്നാണ്. കോളേജ് പൊളിറ്റിക്സിലൊക്കെ ആക്റ്റീവ് ആയിരുന്നോ? കോളേജ് പൊളിറ്റിക്സിൽ ചെറുതായിട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഇവരുടെയൊക്കെ ഇതല്ലേ പിന്നെ ഉണ്ടായിരുന്നു. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? ഞാൻ 15-ാം വാർഡിൽ പാലംപുരയുടെ എന്ന് പറയുന്ന വാർഡിലാണ് മത്സരിക്കുന്നത്. ബിനു ചേട്ടാ, ബിജു ചേട്ടന് എങ്ങനെയാണ് 3 പേരും മത്സര രംഗത്ത് നിങ്ങൾ നിർണായക ശക്തിയാകുമോ ജയിച്ചു വന്ന? ഞങ്ങൾ അങ്ങനെ ഒരു നിർണായക ശക്തിയാകാൻ വേണ്ടിയിട്ടല്ല. ഈ 3 വാർഡുകളെ ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ ആ വാർഡുകളെ കാര്യമായി വാർഡിൽ പ്രവർത്തിക്കുക. പിന്നെ ബിനുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് 20 വർഷമായിട്ട് എൻ്റെ സഹോദരൻ്റെ ഒരു കൗൺസിലറായിട്ടുള്ള ആ പ്രവർത്തനം തീർച്ചയായിട്ടും ഞങ്ങൾക്കും അതൊരു മുതൽക്കൂട്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ ഈ 3 വാർഡുകൾ ചേർന്ന് കിടക്കുന്ന വാർഡുകളാണ്. ഒരു വാർഡിൽ തന്നെ വികസനം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമാവില്ല. അപ്പോൾ ഈ 3 വാർഡിലും ഞങ്ങൾ കൂട്ടായ ഒരു പരിശ്രമം നടത്തിയാൽ അത് തീർച്ചയായിട്ടും ഈ പരിസരത്തിൻ്റെ ഈ മേഖലയുടെ തന്നെ ഒരു വികസനത്തിന് അതൊരു കാരണമാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഓട്ടാവും. തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ഇതിനു മുമ്പുള്ള മത്സരം ബിനു സൂചിപ്പിച്ചു, ഞങ്ങളിങ്ങനെ ഒരു സ്വതന്ത്ര കൂട്ടായ്മയായിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ എണ്ണമല്ല, ജനങ്ങൾ പിന്നെ ഞങ്ങളെ അങ്ങോട്ട് ഏറ്റെടുക്കുക. ഈ 20 വർഷം ഓരോ ഇലക്ഷനിലും ബിനുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ അനുഭവം അങ്ങനെ തന്നെയാണ്. ഞങ്ങളിനിയിപ്പോൾ വാർഡിലേക്ക് ഇറങ്ങുമ്പോൾ വാർഡിലെ പ്രവർത്തകർ, ജനങ്ങൾ ഞങ്ങളെ അങ്ങോട്ട് ഏറ്റെടുക്കുമെന്നുള്ള ഉറച്ച ഒരു വിശ്വാസമുണ്ട്. ഏതൊക്കെ ചിഹ്നമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ചിഹ്നം ഞങ്ങൾ 3 പേരും ഇപ്പം കൊടുത്തിരിക്കുന്നത് സ്വതന്ത്ര ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതാണ് ഇപ്പോൾ അതേ ചിഹ്നത്തിന് വേറെ ആൾക്കാരും ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ അത് കിട്ടാതെ വരാം. 3 ചിഹ്നങ്ങൾ സ്വതന്ത്ര ചിഹ്നങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ബിനു പുളിക്കാക്കണ്ടവും ബിജു പുളിക്കാക്കണ്ടവും ബിനു പുളിക്കാക്കണ്ടത്തിൻ്റെ മകൾ ദിയയും ഇവർ ജയിച്ചു വരികയാണെങ്കിൽ 26 അംഗ നഗരസഭയിൽ നിർണായക ശക്തിയായി അവർ മാറും. UDF-നാണെങ്കിലും LDF-നാണെങ്കിലും ഭരണം ലഭിക്കണമെങ്കിൽ ഇവരുടെ 3 പേരുടെ പിന്തുണ നിർണായകമാകും. അതുകൊണ്ട് ഇവരുടെ വിജയം പാലാ നഗരസഭയുടെ ഭാവി നിശ്ചയിക്കുന്നതാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അത് തിരഞ്ഞെടുപ്പ് വരെ ഫലം വരുന്നത് വരെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അനന്തു സുരേഷിനോടൊപ്പം പാലായിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.